നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. സർ, ശബരിമല വിഷയം ഇങ്ങനെ കത്തിക്കേറി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് ചെമ്പാണ്, സ്വർണമല്ല, സ്വർണം പൂശിയതല്ല, ചെമ്പാണ് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും അവിടെ കിളിമാനൂരിൽ കാരേജിലുള്ളൊരു സാധാരണ പോറ്റി കോടികളുടെ സ്വർണ്ണത്തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങൾ കൊടുത്തത് സ്വർണമാണ്, ഉണ്ണികൃഷ്ണൻ പറയുന്നു എനിക്ക് കിട്ടിയത് ചെമ്പാണ്. അപ്പോൾ വിജയ് മല്യയാണോ ശരിക്കും തട്ടിപ്പ് നടത്തിയത്? അല്ല, അതിപ്രധാനമായ 3 തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 കൊടുത്തു വിട്ടത് സ്വർണം പൂശിയ കവചങ്ങളാണോ അതോ ചെമ്പ് തകിടാണോ? ഇതാണ് ഉയർന്നു വന്നിരിക്കുന്ന മുഖ്യ വിവാദം. ദേവസ്വം ബോർഡിൻ്റെ ചില പ്രതിനിധികൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ സൂചിപ്പിക്കുന്നത് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളെന്നാണ്. ഈ വിവാദങ്ങളുടെ തുടക്കത്തിൽ ദേവസ്വം ബോർഡ് രജിസ്റ്റർ കാണാനില്ല എന്ന വാർത്തകൾ, ദേവസ്വം ബോർഡ് മാനുവലോ മഹസറോ കാണുന്നില്ല എന്ന വാർത്തകൾ. പക്ഷേ അയ്യപ്പൻ ഇടപെട്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് ദേവസ്വം രജിസ്റ്റർ, അതിൻ്റെ രേഖകൾ കണ്ടെത്തി, മഹസർ കണ്ടെത്തി. അതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് 1999 പിന്നീട് 2019 സംഭവിച്ചതെന്ന്. ഒന്നാമത്തെ തെളിവ് ദേവസ്വം മഹസറാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന 1999 വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങൾക്ക് 7 കവചങ്ങൾ ഒരുക്കി, സ്വർണ്ണ കവചങ്ങൾ ഒരുക്കിയെന്ന്. 7 തവണ സ്വർണം പൊതിഞ്ഞു. അതാണ് ഉത്തരവാദിത്തപ്പെട്ട രേഖ. ഇതാണ് ഏറ്റവും നിർണായകമായൊരു തെളിവ് ഇന്ന് സാക്ഷാൽ അയ്യപ്പൻ തന്നെ പുറത്തെത്തിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ തെളിവ്, അതിനിർണായകമായ രണ്ടാമത്തെ തെളിവും നമുക്ക് മുന്നിലെത്തി നിൽക്കുന്നു. അത് അന്ന് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശിയത് ചെന്നൈയിലുള്ള JJN എന്ന് പറയുന്ന ഒരു ജുവല്ലറിയുടെ നേതൃത്വത്തിലാണ്. ആ ജുവല്ലറി ജീവനക്കാരാണ് ഇവിടെ എത്തി ഈ സ്വർണം പൂശൽ നടത്തിയത്. അന്ന് അതിലെ ഒരു ജീവനക്കാരൻ, മാന്നാർ സ്വദേശി, ആ ജീവനക്കാരൻ ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അന്ന് തങ്ങൾ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശിയെന്ന്. 800 ഗ്രാം സ്വർണമാണ് അന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയതെന്ന് വ്യക്തമായ മൊഴി കൊടുത്തിരിക്കുന്നു. ഇതാണ് സുപ്രധാനമായ രണ്ടാമത്തെ തെളിവ്. ഇനി മൂന്നാമത്തെ തെളിവ്, 1999 അന്ന് ശബരിമലയിലെ ചീഫ് എഞ്ചിനീയറായിരുന്ന രവികുമാർ, അദ്ദേഹം പറയുന്നു വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങൾക്ക് വേണ്ടത്ര സ്വർണം പൂശാനുള്ള സ്വർണം അവിടെ തന്നുവെന്ന്. അതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നില്ലെങ്കിലും ദ്വാരപാലക ശില്പങ്ങൾ പൂർണ്ണമായി സ്വർണ്ണപ്രഭയോടെ തിളങ്ങിയിരുന്നുവെന്നാണ് ഇപ്പോൾ രവികുമാർ എന്ന ചീഫ് എഞ്ചിനീയർ പറയുന്നത്. അപ്പോൾ ഈ വിവാദങ്ങൾ കത്തിക്കയറിയ സമയത്ത് സാക്ഷാൽ അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന നിർണായകമായ 3 തെളിവുകൾ. ഈ തെളിവുകൾക്ക് ഇനി ഉത്തരം പറയേണ്ടത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്, 2019 ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, 3 അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്, 4 ഈ സർക്കാരാണ്. കാരണം സർക്കാരിൻ്റെ കീഴിൽ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നു, കേരള സർക്കാരിന് വലിയ നിയന്ത്രണമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം അന്നത്തെ പോലീസ് ഉന്നതർ, ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉന്നതർ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇനിയാണ് ഏറ്റവും നിർണായകമായ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു 2019 തൻ്റെ കയ്യിൽ തന്നുവിട്ടത് ചെമ്പുപാളിയെന്ന്. ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നു. തൊട്ടിപ്പുറത്ത് ഏറ്റവും ശക്തമായ തെളിവുകൾ വന്ന ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനിരുന്നതാണ്, അതവർ മാറ്റിവെക്കുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കപ്പുറത്ത് ചില ചൂണ്ടുവിരലുകൾ വലിയ ഉന്നതരിലേക്ക് നീളുന്നു എന്ന് കണ്ട ചില ശക്തി കേന്ദ്രങ്ങൾ എവിടെയൊക്കെയോ തടയിടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് ഇനി മൊഴി കൊടുക്കാൻ പോകുന്നത്, എന്താണ് വെളിപ്പെടുത്താൻ പോകുന്നത്, ആ ഭയം പല കേന്ദ്രങ്ങളെയും വിറപ്പിക്കുന്നു. ചുരുക്കത്തിൽ അയ്യപ്പൻ ഇടപെട്ട് പുറത്തുവിട്ട 3 നിർണായക തെളിവുകൾ നമ്മുടെ സെക്രട്ടേറിയറ്റിനെ വിറപ്പിക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ വിറപ്പിക്കുന്നു, ഭരണസിരാ കേന്ദ്രത്തിലെ ഏറ്റവും ഉന്നതന്മാരെ വിറപ്പിക്കുന്നു. ഇത് ഘട്ടം ഘട്ടമായാണ് തെളിവുകൾ പുറത്തേക്ക് വന്നത്. ഇന്നലെ പുറത്തു വന്ന നിർണായകമായ ചില ഫോട്ടോഗ്രാഫുകൾ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ, പോലീസ് ഉന്നതർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ, കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ, അതിനൊപ്പം പല രഹസ്യങ്ങളും വെളിപ്പെട്ട
കാലഘട്ടമാണിത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൈപ്പറ്റിയ ഈ സ്വർണ്ണപ്പാളികളുമായി എവിടെയൊക്കെ ചെന്നു. അന്ന് ചെന്നൈയിൽ വെച്ച് സ്വർണം പൂശിയതിന് ശേഷം അയാൾ നടത്തിയ പ്രദർശനങ്ങൾ, ഇതിൻ്റെ എല്ലാം പരിപൂർണ കഥകളാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഒന്നും ഒളിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു ഭഗവാന്റെ കവചങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. ശബരിമല സന്നിധാനത്തെ വസ്തുക്കളാണ് കവർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ഒരു പണം കവർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കാതെ പോകില്ല, അതിലിടപെടും. അതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഈ ദ്വാരകാ ശില്പം അഴിച്ചു മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏൽപ്പിക്കുമ്പോൾ അത് അവിടെ വേണ്ടുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ വേണം, വിജിലൻസ് വേണം. അവരുടെ അസാന്നിധ്യത്തിലൊക്കെ ഇത്തരത്തിൽ ഒരാളിനെ ഏൽപ്പിക്കുമ്പോൾ, വെറും ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് മാത്രം ഏൽപ്പിക്കുമ്പോൾ അവിടെ വലിയൊരു കൃത്രിമല്ലേ നടന്നത്. കാരണം ദേവസ്വം ബോർഡ് അഴിച്ചു കൊടുക്കുന്നു എന്നുള്ളത് വരുന്നു, അത് കിട്ടുമ്പം ഉണ്ണികൃഷ്ണൻ പറയുന്നു അത് ചെമ്പാണെന്നും പറയും. അതിലേക്കാണ് പറയുന്നത്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നിലപാട്, ഒരു വിചിത്രമായ നിലപാട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ചെമ്പുപാളികളാണ്. ആ കത്ത് എൻ്റെ കയ്യിലുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയ വസ്തുക്കളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ എൻ്റെ കൈവശമുണ്ട്. അത് ചെമ്പ് തകിട് തന്നെയാണ്. അവിടെയാണ് ഈ തട്ടിപ്പിൻ്റെ ഭയാനക വശം. 1998 800 ഗ്രാമിലധികം സ്വർണം പൂശി 7 പാളികൾ കൊണ്ട് ആ ദ്വാരപാലക ശില്പങ്ങളുടെ കവചം അലങ്കരിച്ചുവെങ്കിൽ വെറും 20 വർഷങ്ങൾക്ക് ശേഷം, 99, 2019, 20 വർഷങ്ങൾക്ക് ശേഷം ഇത് അപ്രത്യക്ഷമായി. അവിടെ മറ്റൊരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നമ്മൾ കാണുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ ഇന്നലെ പറഞ്ഞു, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മറ്റൊരു വക്താവ് ഇന്ന് പറയുന്നു, ഞങ്ങളുടെ പക്കൽ എത്തിച്ചത് ബ്രാൻഡ് ന്യൂ ചെമ്പ് തകിടാണ്, അതിൽ 1 ഗ്രാം സ്വർണ്ണമില്ല. നേരത്തെ ഒരിക്കലെങ്കിലും സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ, സ്വർണം ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരം വസ്തുക്കൾ, അത്തരം ലോഹങ്ങൾ വീണ്ടും ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉപയോഗിക്കില്ല എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു ഭയാനകമായ വെളിപ്പെടുത്തൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നടത്തിയിരിക്കുന്നത്. കാരണം പ്രശാന്തിലേക്ക് കാര്യങ്ങൾ തിരിയാൻ തുടങ്ങി. അവിടെയാണ് ഇന്നലെ വരെ താൻ ഇതിലെ വില്ലനെ വേട്ടയാടുന്ന ഒരു നായകനാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് അഡപടലം വീഴുന്ന കാഴ്ചയല്ലേ. ഏറ്റവും ഒടുവിൽ സ്വർണ്ണപ്പാളികൾ വീണ്ടും ചെന്നൈയിൽ സ്വർണം പൂശാൻ നൽകിയപ്പോൾ അവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ PS പ്രശാന്ത് അതിന് ഉത്തരം പറയുന്നു. പ്രശാന്തിൻ്റെ കാലത്ത് ഇത് ഉണ്ടായില്ല എന്നാണ് പൊതുവെ കേരളം കരുതിയത്. പക്ഷേ ഇപ്പോൾ പ്രശാന്ത് പറയുന്നത്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് മുൻപ് സ്വർണം പൂശിയപ്പോൾ അതിൻ്റെ വാറണ്ടി ഏൽപ്പിച്ചിരുന്നത് ഉണ്ണികൃഷ്ണനെയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണനെ കൂടാതെ അവിടെ വീണ്ടും ഒരു പൂശൽ നടക്കില്ല. 40 വർഷത്തേക്കാണ് ഈ വാറണ്ടി. 2019 പൂശി 2023 വീണ്ടും പൊളിച്ച് പൂശാൻ കൊണ്ടുപോകാനിരുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട്. 2023 20 പൊളിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഈ പൊളിക്കലെ പൂശൽ, അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ബ്രാൻഡ് ഒരു പീസ്, ഒരു മാസ്റ്റർ പീസ്. അപ്പോൾ ഇത് ശബരിമലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ എടുത്താൽ അത് നേരെ കർണാടകയിൽ കൊണ്ടുപോയി അവിടുത്തെ ധനികരുടെയൊക്കെ മുൻപിൽ ഇത് വിശാലമായിട്ട് പ്രദർശനം നടത്തുക, അവരുടെയൊക്കെ വീടുകളിൽ കൊണ്ടുപോയി പ്രത്യേക പൂജകൾ നടത്തുക. അവരെ സംബന്ധിച്ച് എത്ര ലക്ഷം, എത്ര കോടി വേണമെങ്കിലും മുടക്കും. കാരണം അവരുടെ വലിയ വിശ്വാസമാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ പ്രദർശനം നടത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. നടൻ ജയറാമിനെ അമ്പത്തൂരിലുള്ള ആ ഫാക്ടറിയിലേക്ക് ആദ്യം വിളിച്ചു വരുത്തി ഈ മറ്റേ വാതിൽപ്പടിയും കട്ടളയും ശബരിമലയിലെ അതിൻ്റെ സ്വർണം പൂശൽ കഴിഞ്ഞ് അതിൽ ഒരു പൂജയൊക്കെ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനോട് പറഞ്ഞത്, തനിക്ക് സ്വപ്നത്തിൽ അയ്യപ്പൻ ദർശനം നടത്തി ജയറാം ഈ പൂജ നടത്തണമെന്ന് പറഞ്ഞെന്ന്. പൂജയെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ലാത്ത ജയറാമിനെ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ജയറാം പോയി പൂജ ചെയ്യുന്നു. അപ്പം ജയറാം പറയുന്നത് അയ്യപ്പൻ്റെ നിയോഗമെന്നാണ് താൻ കരുതിയതെന്ന്. അപ്പോൾ ഇതിങ്ങനെയെല്ലാം പര്യവസാനിക്കുമെന്ന് ചിന്തിച്ചതേ ഇല്ല എന്ന് ജയറാം പറയുന്നു. പക്ഷെ അവിടെയും ജയറാം ഇന്നലെ കേരളത്തെ ഒന്ന് കബളിപ്പിച്ചു. തൻ്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തിയില്ല എന്ന് ജയറാം പറഞ്ഞു. വീട്ടിലെത്തിച്ചില്ല, താൻ ചെന്നൈയിലൊരു ഫാക്ടറിയിൽ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഈ ഭൂകമ്പം എന്നൊക്കെ പറയില്ല, ഇന്ന് പറഞ്ഞതുപോലെ ജയറാമിൻ്റെ വീട്ടിൽ ഈ സ്വർണ്ണപ്പാളികൾ നിരന്നിരിക്കുന്ന, അവിടെ പൂജ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതൊക്കെയാണ് ഈ അയ്യപ്പൻ്റെ കളികൾ. അപ്പോൾ ജയറാം അടിമുടിപ്പെട്ടു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്, ഈ പൂശലൊക്കെ കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളിയുമായി തിരികെ വരുമ്പോൾ ജയറാമിൻ്റെ വീട്ടിലൊന്ന് കയറുന്നതാണ് വിശ്രമിക്കാൻ. അപ്പോൾ വിശ്രമിക്കാൻ കയറിയപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ നിരത്തി അസൽ ദ്വാരപാലക രൂപത്തിലാക്കി വലിയ പൂജ അവിടെ നടന്നത്. അപ്പോൾ ഇതൊക്കെ ജയറാമിനെ കുപ്പിയിലാക്കുക മാത്രമല്ല, ജയറാം ഇത് 100 പേരോട് പറയും. ജയറാമിൻ്റെ ഒരു സർക്കിളുണ്ട്, അതെല്ലാം വലിയ ധനാഢ്യരും ചെന്നൈയിലെ ഒരു ക്രീമി ലെയറുമൊക്കെയാണ്. അപ്പോൾ അവരിലേക്ക് ഇത് പ്രസരിക്കും. അവരിൽ ആരെങ്കിലുമൊക്കെ ശബരിമലയുമായി ബന്ധപ്പെടുമ്പോൾ നേരെ പോറ്റിയെ വിളിക്കും.
പോറ്റി അവരോട് ചില നെഗോഷിയേഷൻസ് നടത്തും. അങ്ങനെ അയ്യപ്പനെ മൊത്തമായും ചില്ലറയായും കച്ചവടം ചെയ്യുകയായിരുന്നു ഈ പോറ്റി എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു തട്ടിപ്പുകാരനായിട്ട് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. പക്ഷെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, കാരേറ്റിലുള്ള ഒരു ശാന്തിക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ നിലയിലെത്തണമെങ്കിൽ അതിന് പിന്നിൽ വൻ തോക്കുകളുണ്ട്. ഈ ശബരിമലയിൽ നിന്ന് പോയ ഈ സ്വർണം അത്രയും എവിടെയാണ് എത്തിയത്? ഇതിന് സ്വർണത്തിൻ്റെ വില മാത്രമല്ല, ഇതിന് സ്വർണം തൂക്കി നമുക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. ശബരിമലയിൽ നിന്ന് പോയ ഒറിജിനൽ സ്വർണ്ണ പാളി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ അത് ഇപ്പോൾ എവിടെയാണ്? ഒരുപക്ഷെ നമുക്ക് വിവരിക്കാനാവാത്ത വാല്യൂ അതിനുണ്ട്. അതിന് എത്ര കോടി രൂപ നമുക്ക് വിലമതിക്കാൻ പറ്റുമെന്നറിയില്ല. അതാണ് അതിൻ്റെ തട്ടിപ്പ്. അതാരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും ചർച്ച ചെയ്യുന്നത് ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ കവചത്തിൽ നിന്ന് ചുരണ്ടിയെടുത്ത സ്വർണത്തെക്കുറിച്ചൊക്കെയാണ്. അത്തരം സ്വർണം ചുരണ്ടലുകളല്ല അവിടെ നടന്നതും, മറിച്ച് അതിഭയാനകമായ തട്ടിപ്പാണ്. ഇത്തരം വസ്തുക്കൾ, ഭഗവാന്റെ വസ്തുക്കൾ ഏതെങ്കിലും തലത്തിൽ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കാനായി ഈ വൻ ശക്തികളുണ്ട്. നമുക്ക് വളരെ ഒരു ഡാർക്ക് സ്റ്റേറ്റ് ഉണ്ട് എല്ലാ സംവിധാനങ്ങളിലും. ഇത്തരം ഡാർക്ക് സ്റ്റേറ്റുകളുടെ ഭാഗമായി നിൽക്കുന്ന ഈ ഡാർക്ക് വർഷിപ്സിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇതൊരു ഭയാനകമായ തലത്തിലേക്കാണ് കാര്യങ്ങൾ വളരുന്നത്. തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, നിരവധി സ്വർണ്ണങ്ങളും നിരവധി ഭക്തർ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. കിരീടം, അയ്യപ്പൻ അണിയുന്ന ആഭരണങ്ങൾ. അല്ല, 1999 സ്വർണം പൂശാനായി 3 താഴികക്കുടങ്ങൾ താഴെ ഇറക്കി. അന്ന് അത് അപ്രത്യക്ഷമായി. ഇന്ന് വരെ അതാ ചീഫ് എഞ്ചിനീയർ രവികുമാർ പറയുന്നു. പിന്നെ ഒരു സിൽവർ വ്യാളി അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര വസ്തുക്കൾ. അപ്പോൾ ഭഗവാന് ചുറ്റും ഒരിക്കൽ തിരുവിതാംകൂർ കൊട്ടാരം വളരെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ആ ശബരിമല ക്ഷേത്രത്തിൽ അന്നുണ്ടായിരുന്ന അപൂർവമായ പല വസ്തുക്കളും ഒരു പക്ഷേ ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ടാകാം. നമ്മൾ കാണുന്ന ക്ഷേത്ര സന്നിധി മാത്രമല്ല, അയ്യപ്പ സന്നിധി മാത്രമല്ല, അവിടുത്തെ സ്ട്രോങ് റൂം, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇതുപോലെ ഈ സ്വർണ്ണ നാണയങ്ങളും പണവുമല്ല ആളുകൾ ഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പോൾ ചില വിലപ്പെട്ട രൂപങ്ങളാകാം, അങ്ങനെ ഒരുപാട് ചരിത്ര വസ്തുക്കളാവാം. അതൊക്കെ നമുക്ക് വിലമതിക്കാൻ പറ്റത്തില്ല. എല്ലാം പോയി. എന്തായാലും ഇനി ഓരോന്നോരോന്നും ചുരുളഴിയുമ്പോൾ അറിയാം എത്ര കോടികളുടെ ആസ്തികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും വന്നവരും പോയവരും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് തന്നെ പോയി. ഇതിലെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്, അയ്യപ്പ ഭക്തർക്ക് ചില ഒരു ചിന്താധാര കുറച്ചുകൂടി ഉണർന്നു വരണം. കാരണം അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഈ വലിയ കൊള്ള നടന്നിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. മാത്രമല്ല അവിടെ ഒരു ചില വിശ്വാസങ്ങളുടെ ഇതും കൂടെ വരുന്നുണ്ട്. കാരണം ഈ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം സ്ത്രീ പ്രവേശന വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസികളുടെ മനസ്സിലേക്ക് മുറിവേറ്റിട്ടുള്ളൊരു സംഭവമാണ്. അയ്യപ്പൻ എപ്പോഴും എന്താണ്, സ്ത്രീ ഒരു സാമീപ്യം ആഗ്രഹിക്കാത്ത ഒരു സന്യാസിയെ പോലെ ഇരിക്കുന്ന ഒരു അത്രയും വിശിഷ്ടമായിട്ടുള്ളൊരു ഒരു ഈശ്വരനാണ്. അപ്പോൾ അതിൻ്റെ ദ്വാരപാലകർ തന്നെ അദ്ദേഹത്തിനെ പരിപാലിക്കുന്ന 2 വ്യക്തി, അവരും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെടെ ജയറാമിൻ്റെ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം ശുദ്ധിയുണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. രണ്ടാമത് സ്ത്രീകളുടെ സാമീപ്യമുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പോറ്റിയുടെ വീട്ടിൽ ഉൾപ്പെടെ കൊണ്ടു ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തോന്നുംപടി കൊണ്ടുപോകാനുള്ളതാണ്. ആ ഒരു വിശുദ്ധിയിൽ കൂടിയാണ് കൈകടത്തിയിരിക്കുന്നത്. അത് ഏത് മതവിശ്വാസങ്ങളിലാണെങ്കിലും ഒരു വിശുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ക്ഷേത്ര മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട്, ശബരിമലയിലെ വസ്തുക്കളൊന്നും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ കൊടുത്തുവിടരുത്, അവിടെ തന്നെ പണിയണം എന്നുള്ളത്. അപ്പോൾ വെറും ചെറിയ ഈ പറഞ്ഞ പൂശിയത് സ്വർണം പൂശുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ഡെയിലി പെരുമാറുന്നതിനനുസരിച്ച് അവിടെ ആ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മങ്ങലുകൾ ഉണ്ടാവും എന്നല്ലാതെ ഇത് മൊത്തമായിട്ടും ഇത്തരത്തിൽ ചെമ്പായി മാറുക. എന്തിനാണ് ഇപ്പൊ വിജയമല്യയെ പോലും അന്ന് സ്വർണം പൂശാൻ അനുവദിക്കരുതായിരുന്നു? ഇത്തരം സ്വർണം പൂശലുകൾ ശബരിമല അയ്യപ്പൻ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു വനാന്തരത്തില് വളരെ സ്വച്ഛതയിലാണ് അവിടെ വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നൈർമല്യം എന്ന് പറയുന്നത് ലാളിത്യമാണ്. ശബരിമലയിൽ നമ്മൾ ആ പഴയ പ്രതിഷ്ഠയൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പന് ഇഷ്ടം ആ ഇരുമുടി കൊണ്ടുപോകുന്ന, ഇരുമുടിക്കകത്ത് നിറയുന്ന നെയ്യും അല്ലെങ്കിൽ തേങ്ങയും ഇതൊക്കെ തന്നെയാണ്. അത് തന്നെ ധാരാളമാണ്. കാനനവാസനാണല്ലോ. കാനനവാസൻ സ്വർണത്തിലല്ല ഇരിക്കേണ്ടത്. അതൊക്കെ നമുക്ക് ഒരുപക്ഷെ ഭക്തരെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ഉന്നയിക്കലുകളാവാം. പക്ഷേ ഭഗവാൻ അല്ലെങ്കിൽ അവിടുത്തെ സാക്ഷാൽ അയ്യപ്പൻ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പ്രശ്നം വെച്ച് നോക്കിയോ? അതിൻ്റെ താന്ത്രിക വിധി പ്രകാരം ഇതൊക്കെ ശരിയാണോ?
അന്ന് ശബരിമല സന്നിധാനത്തെ അയ്യപ്പ വിഗ്രഹത്തിന് മുകളിലുള്ള മേൽക്കൂര, ഇന്നലെ നമ്മൾ ആ റിപ്പോർട്ടുകൾ വായിച്ചു. ഒറിജിനൽ മേൽക്കൂര എന്ന് പറയുന്നത് ഇറിഡിയം പോലുള്ള അപൂർവ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു മേൽക്കൂരയായിരുന്നു. അത് 1998 താഴെ ഇറക്കി ഏതോ തകിടെല്ലാം വെച്ച് അതിന് മുകളിൽ സ്വർണം പൂശി. അപ്പോൾ ആ ഒറിജിനൽ സാധനം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ അമൂല്യ വസ്തുക്കൾ, അമൂല്യ വിഗ്രഹങ്ങളൊക്കെയാണ് അവിടെ നിന്നിപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ശബരിമലയെ ഇങ്ങനെ ഒരു കച്ചവട കേന്ദ്രമാക്കുക. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുന്നോട്ട് വെച്ചൊരു സന്ദേശമുണ്ട്. 1300 കോടിയുടെ വികസന പദ്ധതി. അതിനു പുറമെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സമ്പന്നർ ശബരിമല വികസനത്തിന് വേണ്ടി നിക്ഷേപം ഇറക്കില്ല, അതിനെ ഒരു ടൂറിസം സെൻ്ററായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഇവിടെയാണ് പെട്ടെന്ന് ഈ ശബരിമലയിലെ കൊടും കൊള്ളകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ പൊട്ടി പുറത്തേക്ക് വന്നത്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിന് തിരികൊളുത്തിയത്. അവിടെയാണ് എനിക്കും ഒരു അതിശയം വരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് അയ്യപ്പൻ പറയിപ്പിച്ചത്? അയ്യപ്പൻ അതായത് ഇനി മറ്റൊരു കാര്യമുണ്ട് സർ ഇതിൽ. ഇപ്പം 2019 ഇദ്ദേഹം കയറി വരുന്നു. ഇദ്ദേഹം ഇത്തരത്തിലുള്ള തട്ടിപ്പ് സ്പോൺസർഷിപ്പും ഒക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിനെ അവിശ്വസിക്കാനും പറ്റില്ല. കാരണം കൊടുത്തത് ചെമ്പാണെങ്കിലോ ഇതിന് ഇടയ്ക്ക് മറ്റാരെങ്കിലും ഇളക്കി മാറ്റുകയോ അല്ലെങ്കിൽ കാരണം 1999 മുതൽ 2019 വരെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഓരോ വർഷത്തെ അല്ല ഇത് ഇപ്പൊ പറയുന്ന സ്വർണം പെയിന്റ് അടിച്ചു വെച്ചതാണെന്നും പറയുന്നില്ല. അതൊക്കെ 1998-99 വിജയ് മല്യ അവിടെ സ്വർണം പൂശുമ്പോൾ അത് ഒരുപാട് കണ്ണുകൾ അതിന് പൊതിഞ്ഞുകൊണ്ടിരുന്നു. അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അന്ന് വിജയ് മല്യ ഒരു പൊങ്ങനാണ്, എന്തും വാരിക്കോരി വിതറുന്ന ഒരു ഇപ്പോൾ വല്ലാത്ത കഥാപാത്രമാണ്. അയാൾ അതൊക്കെ ചെയ്യും, അത് ചെയ്തു. പക്ഷെ ഇവിടെ ഇതൊക്കെ അയ്യപ്പന് വേണ്ടിയിരുന്നു. ഈ സ്വർണം പൂശലും സ്വർണ്ണ മേലങ്കിയും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണ ആഭരണങ്ങളും ആടകളും ഉടയാടകളുമൊക്കെ അയ്യപ്പൻ ആഗ്രഹിച്ചിരുന്നു. അവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്. അപൂർവമായ ഈ പച്ചക്കറി കൂട്ടുകൊണ്ട് ഈ പച്ചമരുന്ന് കൂട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക മിശ്രിതമാണ് ഗുരുവായൂരപ്പന് പുറത്തു പോലും ചാർത്തുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ വിശിഷ്ടപ്പെട്ട ഈ വളരെ അപൂർവമായി കിട്ടുന്ന എന്ന് പറഞ്ഞതുപോലെ ഇത്തരം കാനനവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ചാർത്തുകളായിരുന്നു അയ്യപ്പൻ ആഗ്രഹിച്ചിരുന്നത് നമുക്കറിയില്ല. അയ്യപ്പൻ ഇങ്ങനെ സ്വർണം പൊതിഞ്ഞു വെക്കേണ്ടതുണ്ടായിരുന്നു. അവിടെ ചിന്തിച്ചു തുടങ്ങണം. മറ്റൊന്ന്, ഹൈന്ദവ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന രൂപമായി കേരളത്തിൽ കാണുന്ന ശബരിമല സന്നിധാനത്ത് ഇത്തരമൊരു കൊള്ള നടന്നിട്ടും അതിനെ ഒരു തരം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന തലത്തിൽ കാണുന്നൊരു നിശബ്ദതയുണ്ടല്ലോ, അത് വല്ലാത്തതായി തോന്നുന്നു. മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്ന ബഹളം ഇത് ബാലൻസ്ഡാണ്. ഒന്ന് കൊള്ള നടത്തിയില്ല, സ്വർണ്ണമാണ് ചെമ്പാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ ബാലൻസ്ഡ് ഒരു ഫോർമാറ്റിലായി ചർച്ച കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ ഇപ്പം നിലനിർത്തണം, ഈ ഒരു വാർത്താ പ്രാധാന്യം നിലനിർത്തണം. പക്ഷേ അതൊരു ബാലൻസ്ഡ് ഫോർമാറ്റിലാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ ബാലൻസ് തെറ്റിച്ച് പൊളിച്ച് ഇതിനെതിരെ പ്രതികരിച്ച് ഈ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശബരിമലയിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ശുദ്ധീകരിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കാണ്? അവിശ്വാസികൾക്കാണ്. തീർച്ചയായിട്ടും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊക്കെ എവിടേക്ക് പോയെന്നുള്ളത് അറിയില്ല. അവരെയൊക്കെ ഇനി തപ്പേണ്ടിയിരിക്കുന്നത്. കാരണം ഇതിന് ശേഷം പിന്നെ അവരെയൊന്നും കാണാനേ ഇല്ല എന്നുള്ളതാണ് അതിശയം. മാത്രമല്ല സർ, ഈ പറഞ്ഞതുപോലെ സാർ പറഞ്ഞ കാനനവാസന് ഇത് ഈ സ്വർണത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളത് അവിടെയൊക്കെ വലിയൊരു ചോദ്യങ്ങളാണ് വരുന്നത്. കാരണം എത്രയേറെ പേര് സ്വർണം കൊടുക്കുന്നു, വജ്രങ്ങൾ കൊടുക്കുന്നു. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ അയ്യപ്പന് മുതൽ കട്ടുമുടിച്ചും ഇരിക്കുമ്പോൾ ശരിക്കും ശ്രീ അയ്യപ്പൻ തന്നെ ഇത് കണ്ട് ഒരു പരിധി കടന്നപ്പോഴായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞോണം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഒരു തിരുത്തലിലേക്ക് പോകുന്ന ആഗോള അയ്യപ്പ സംഗമവും കൂടി ആയപ്പോഴേക്കും അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. ഏതായാലും കട്ടുമുടിച്ചവർ രംഗത്തെത്തണം, കണ്ടുപിടിക്കണം. കാരണം ഇതൊരു വിശ്വാസി സമൂഹത്തിൻ്റെ നെഞ്ചത്തേക്ക് അടിക്കുന്ന ഓരോ ആണിയാണ്, മുറിവുകളാണ്. അത് ഏതായാലും ആ ഒരു വിശ്വാസത്തിനെതിരെയുള്ളതാണ്. മിത്തെന്ന് പലരും പറയുമ്പോഴും ഇതൊക്കെ വരുമ്പോഴാണ് ഈശ്വരൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ഈശ്വര ചൈതന്യം ഉണ്ടാകണം, ഉണ്ട് അയ്യപ്പ സന്നിധിയിൽ അതുണ്ട്. അതുകൊണ്ട് ഇനി എത്ര വർഷം നിങ്ങൾ അടച്ചു വെച്ചാലും എത്ര കോടികൾ നിങ്ങൾ പങ്കിട്ട് കൊണ്ടുപോയാലും അത് ഒരു നാൾ പുറത്ത് വരും. ഏതായാലും ഉണ്ണികൃഷ്ണനാണോ ദേവസ്വം ബോർഡാണോ അതോ സർക്കാരാണോ ഇതിലെ കള്ളന്മാരെന്നുള്ളത് മാത്രമാണ് ഇനി. എന്തായാലും ഈ പെരുങ്കള്ളനിട്ടിരിക്കുന്ന പേര് ഉണ്ണികൃഷ്ണൻ. നമസ്കാരം.